അയ്യോ സിസ്റ്ററെ, എനിക്കറിയില്ലായിരുന്നു ഇത് ഏതാ ക്ലിപ്പെന്ന്. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഏതോ ഒമാർ അയച്ചതാ. സത്യമായിട്ടും ഞാൻ അറിയാതെ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടതാ. സിസ്റ്റർ എന്നോട് ക്ഷമിക്കണം. റിസൾട്ട് പോസിറ്റീവാണ്. ഷീ ഈസ് പ്രഗ്നൻറ്റ്. ഒന്നിനെക്കുറിച്ചും നീ ആലോചിക്കണ്ട. എല്ലാത്തിനും പരിഹാരമുണ്ട്. എല്ലാം ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് സമാധാനിക്ക്. ഈശോ. എടാ റിയാസേ, നീ വേഷം ഇട്ടിട്ടെ, നമുക്ക് ഈ ഫുള്ളാ കാട്ടി പോയിരുന്ന് അടിക്കാം. വന്നേ. ഒന്ന് പാടാ. നിങ്ങൾ പൊയ്ക്കോ, എനിക്കിവിടെ ഇത്തിരി പണിയുണ്ട്. നിനക്കിതുവരെ ഞങ്ങളോടുള്ള പിണക്കം മാറിയില്ലേ? എനിക്ക് ഒരു പിണക്കവുമില്ല, പണിയുണ്ട് അതാ. എടാ നിനക്കറിയാലോ, ഗൾഫിൽ കൊണ്ടുപോകുന്ന പറഞ്ഞ ഏജന്റ് ഈ മാസം ശരിയാക്കാം അടുത്ത മാസം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു അവധി പറയുമ്പോഴും അയാൾക്ക് കൊടുത്ത കാശിൻ്റെ പലിശ മുടങ്ങാതെ അടച്ചുകൊണ്ടിരിക്കണം എൻ്റെ അച്ഛൻ. ഞാൻ പഠിച്ച പണി എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അച്ഛനായി ചെയ്യുന്നത്. ഞാനാ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തത്. പോലീസ് എങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ എൻ്റെ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്താനെ. പേടിച്ചിട്ട് ഓടിപ്പോയതാണ് ഞങ്ങള്. നീ അതൊന്നും മനസ്സിലാക്ക്. ഇതൊന്നും ഓർക്കാതാടാ ഞാൻ ആ കടുങ്കൈ ചെയ്തത്. ഇനി ഒരിക്കലും ഒരു പെണ്ണിനോടും ഞാൻ മോശമായിട്ട് ഒരു വാക്ക് പോലും പറയില്ല. എൻ്റെ അച്ഛൻ ദിവസം പൂജിക്കുന്ന ദേവിയാണ് എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ജയിലിൽ പോയി കിടന്നേനെ. നീ എന്തൊക്കെയാണ് ഈ പറയണത്? ഇവിടെ ഇപ്പം എന്ത് സംഭവിച്ചെന്ന് നീയൊക്കെ പറയണത്? എടാ ഒന്ന് മാറി എന്നുള്ള സത്യമാണ്. പക്ഷെ അവളൊരു പരാതിയും പറയുന്നത് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ഇതൊരു സുഖമുള്ള ഏർപ്പാട് തന്നെയാണ് മോനെ. ഒതുക്കത്തി കിട്ടിയാ ഇനി ഞാൻ പണി കൊടുക്കും. നീ വാറിയാസ്, നമുക്ക് ഈ ഫുള്ള് തീർക്കാം. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ വരുന്നില്ല.